അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു പീസ് ക്രിയേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുവാണല്ലോ, അപ്പോൾ നമുക്ക് ആൽക്കഹോളൊന്നും ചേർക്കാതെ നല്ലൊരു അടിപൊളി പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് തന്നെ ഓവനൊന്നും ഇല്ലാതെയാണ് നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ക്യാരമലാക്കിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ക്യാരമലാക്കിയിട്ടെടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുമ്പോൾ ക്യാരമലായി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സമയം വേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് പുക കയറുന്നുണ്ടോ എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പാത്രം ഇടയ്ക്ക് പിടിച്ചിട്ട് ഇതേപോലെ ഒരു പിടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിവിടെ ക്യാരമലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വരണം. നമ്മൾ ആദ്യം തന്നെ സ്പൂൺ വെച്ചിട്ട് ഇളക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ പഞ്ചസാര കട്ടിയായിട്ട് സ്പൂണിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കളറ് ചേഞ്ച് ആവണം, എങ്കിലാണ് നമ്മുടെ കേക്കിനും ആ ഒരു നല്ലൊരു കളർ ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഒഴിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖത്തേക്കൊക്കെ തെറിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് തിളക്കുമ്പോൾ നന്നായിട്ട് പൊട്ടി തെറിക്കും കേട്ടോ. നന്നായിട്ട് വറ്റി വരുന്ന ആ ഒരു സമയത്ത്. പക്ഷേ കട്ടിയായിട്ട് പോകില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കണം. ഒരു പാത്രത്തിന് മുകളിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മെഷറിംഗ് സ്പൂണിന് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതേ സ്പൂണിന് 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇടഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇതുപോലെ ഇടഞ്ഞെടുക്കുന്നത്. ഇനി ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പ്രാവശ്യം അരിച്ചെടുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെയാണ് മിക്സാക്കി എടുക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സോക്കായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇതിൻ്റെ വീഡിയോ ഞാനിവിടെ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ഈ ഒരു വീഡിയോയുടെ ലിങ്ക്. അപ്പോൾ ഞാനിതിലുള്ള ആ ഒരു സിറപ്പൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഇടഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഒരു മൈദയിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ മൈദ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. കേക്ക് ബേക്കായി കിട്ടുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എത്തുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അതുപോലെ ഇതാ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഈ ഒരു പാത്രത്തിലാണ്. അപ്പോൾ അതും ഞാനിവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മിക്സിയുടെ ഒരു ക്ലീൻ ആയിട്ടുള്ള ജാർ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ വൈറ്റ് ഷുഗർ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കയ്യിലുള്ളതിനെ കൊണ്ടാണ് ഇത് ചേർത്തത്. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആ ഒരു കളറും സ്മെല്ലൊക്കെ വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ ജാതിക്കയുടെ കുരു ചെറിയൊരു കഷ്ണവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബട്ടർ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു പഞ്ചസാര 2-3 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ബട്ടറും കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഓരോ മുട്ട വീതം പൊട്ടിച്ചൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക.
പിന്നീട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാരയുടെ മിശ്രിതം ഉണ്ടല്ലോ അതിനെ വീണ്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അങ്ങനെ 3 പ്രാവശ്യമായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ 3 മുട്ടയും ചേർത്തിട്ടുണ്ട്. ആ ഒരു മുട്ടയും പഞ്ചസാരയും ബട്ടറൊക്കെ നന്നായിട്ട് മിക്സായി വരുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരമൽ സിറപ്പാണ് കേട്ടത്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം തന്നെ കണ്ടല്ലോ നമ്മുടെ ആ ഒരു പഞ്ചസാരയുടെയൊക്കെ ഈ ഒരു മുട്ടയുടെ മിശ്രിതമൊക്കെ നന്നായിട്ട് കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോയും ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന വീഡിയോയും കൂടെ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ കേക്കിന് ആ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ക്യാരമൽ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു മൈദ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ സ്പോഞ്ച് കേക്ക് തയ്യാറാക്കുമ്പോൾ ബീറ്റർ പിന്നെ നമ്മൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റായി കഴിഞ്ഞാൽ പിന്നെ ബീറ്റർ നമ്മൾ എടുക്കില്ല അല്ലേ. അപ്പോൾ ഈ ഒരു കേക്കാകുമ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് കേട്ടോ വേണ്ടത്. നമ്മൾ സാധാരണത്തെ സ്പോഞ്ച് കേക്കിനാകുമ്പോൾ ഇതുപോലെ തിക്കായാൽ ആ ഒരു സ്പോഞ്ചും കുറച്ചൊരു കട്ടിയായിട്ട് പോകും. അപ്പോൾ ഈ ഒരു കേക്ക് അത്യാവശ്യം കട്ടിയിലാണല്ലോ ഉണ്ടാവുക, നല്ല സോഫ്റ്റ് അല്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇത് വേണ്ടത് കേട്ടോ, ബാറ്റർ വേണ്ടത്. ഇനി നമുക്കിതാ ഞാൻ ഇവിടെ ബട്ടർ പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ഞാനിവിടെ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഇതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, ഇതിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതെടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാഷ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ കേക്കിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൽ ഞാൻ ക്യാഷ് ചേർത്തിട്ടില്ല, ബദാമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുകയും കൂടി ചെയ്യാം. എന്നിട്ട് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കർ നല്ല ചൂടുണ്ട് കേട്ടോ. കുക്കറിലേക്ക് വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു വെയിറ്റൊക്കെ ഊരിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ബേക്കായിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഹോൾസ് ഉണ്ടല്ലോ ഇവിടെ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഒരു ആവി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം 1 മണിക്കൂർ സമയം ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കളറൊക്കെ കണ്ടില്ലേ, നല്ല ചേഞ്ചായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കളറായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബ്രൗൺ ഷുഗർ ചേർത്തതിനെ കൊണ്ടാണ് കേട്ടോ കേക്കിന് ഇത്രയും കളറ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ഇനി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കേക്കിന് മുകളിൽ നല്ലൊരു വേറൊരു കളർ ഉണ്ടാവുമല്ലോ, ആ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ മുകളിൽ ഇതുപോലൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് നല്ല ചൂടുള്ള കണൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് സമയം കണൽ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ കണലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്കിന് നല്ല ആ ഒരു കളറ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പം ഞാൻ ഈ ഒരു കേക്ക് ഓവനിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു മുകൾ ഭാഗം ഒന്ന് നന്നായിട്ട് കളറ് ചേഞ്ചാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു ബട്ടർ പേപ്പറൊക്കെ മാറ്റിയതിന് ശേഷം ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കേക്കിന് അല്ലാതെ തന്നെ നല്ല കളറുണ്ട്, മുകളൊന്നും ഒട്ടി പിടിക്കുന്ന ആ ഒരു പരുവത്തിലൊന്നും അല്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പ്ലം കേക്ക് ആകുമ്പോൾ പെട്ടെന്ന് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. 2-3 ദിവസം വെച്ചിട്ട് വേണം നമ്മൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പോഴായിരിക്കും ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്നൊരു 2-3 മിനിറ്റ് സമയം ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ മുകൾ ഭാഗം ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.